ഇടുക്കിയിലെ മലയോരത്തിന്റെ ആവേശമാണ് കബഡി കളി. കുടിയേറ്റ കാലഘട്ടം മുതൽ കബഡി ഇടുക്കിയിൽ വേരുറപ്പിച്ചിരുന്നു. കബഡിയുടെ ഈറ്റില്ലമായിരുന്ന ഹൈറേഞ്ചിൽ ഇപ്പോഴും പഴയ പ്രതാപകാലത്തിന്റെ തലയെടുപ്പില്ലെങ്കിലും പുതുതലമുറ കബഡി ആവേശം നെഞ്ചോട് ചേർത്ത് കളിക്കളങ്ങൾ കീഴടക്കുകയാണ്. ഇടുക്കിയിൽ എന്നും ആവേശമുള്ള കായിക ഇനങ്ങളാണ് കബഡിയും വടംവലിയും വോളിബോളും. ഇതിൽ കബഡിയുടെ പ്രതാപം അല്പം മങ്ങിയെങ്കിലും അത് വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങി. മുമ്പ് കബഡിയുടെ ഈറ്റില്ലമായിരുന്നു ഇടുക്കി. അണക്കര, നെടുങ്കണ്ടം, ഉടുമ്പൻചോല, രാജക്കാട് തുടങ്ങിയ മേഖലകളിൽ കബഡി ക്ലബ്ബുകൾ സജീവമായിരുന്നു. ദേശീയ സംസ്ഥാന ടീമുകളിലും യൂണിവേഴ്സിറ്റി ടീമുകളിലും കളിച്ച നിരവധി താരങ്ങൾ ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലുണ്ട്. പഴയ പ്രതാപം അല്പം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കബഡിയുടെ ആവേശം ഒട്ടും ചോരുന്നില്ല എന്ന് തന്നെയാണ് പുതുതലമുറയുടെ താരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇടുക്കി ജില്ലയുടെ കായിക ഉന്നമനത്തിനായി ആരംഭിച്ച ജില്ലയിലെ ആദ്യ സ്പോർട്സ് കമ്പനിയായ നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ കബഡി എന്ന കായിക കരുത്തിനെ കൂടുതൽ ജനകീയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ജില്ലയിലും കേരളത്തിലും സജീവമായിരുന്ന കബഡിയുടെ പ്രവർത്തനം പുനരുജ്ജീവിക്കുന്ന ഭാഗമായി ഒരു കബഡി ടീം NSA ഒരുക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഗ്രാമപഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്തിലുള്ള മത്സരങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് മത്സരങ്ങളിലെല്ലാം ആ ടീം പങ്കെടുക്കുകയും പ്രശംസനീയമായ പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസം ആദ്യവാരം ഒരു അഖില കേരള കബഡി മത്സരം സംഘടിപ്പിക്കാനും NSA ലക്ഷ്യമിട്ടിരിക്കുന്നു. അങ്ങനെ കേരളത്തിലെ പരമ്പരാഗത കലകളെയും പരമ്പരാഗത കായിക ഇനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യം കൂടി NSA മുന്നോട്ട് വെക്കുന്നു. വരും നാളുകളിൽ കബഡി വീണ്ടും മലയോരത്തിന്റെ കളിക്കളങ്ങൾ അടക്കി വാഴും എന്നു തന്നെയാണ് ഈ രംഗത്ത് സജീവമായിരിക്കുന്ന കായിക താരങ്ങളുടെയും പ്രതീക്ഷ. കരുത്തും മെയ്വഴക്കവും ഒരുപോലെ കളിക്കളം നിറയുമ്പോൾ ആവേശവും വാനോളമുയരും. കൈരളി ന്യൂസ്, ഇടുക്കി.